അവിടെ സബ് കോൺഷ്യസ് മൈൻഡിന് പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താന്ന് അറിയില്ല. മരുന്നും വേണം മന്ത്രവാദവും വേണം എന്ന് പറയും. ഐ ആം പോസിറ്റീവ്, ഐ ആം പെർഫെക്റ്റ്, ഐ ആം സക്സസ്ഫുൾ. മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത് ശരിയാവോ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ വീണ്ടും അത് അൺസക്സസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാനിഫെസ്റ്റേഷൻ. എങ്ങനെയാണ് നമ്മൾ നന്നായി മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഫിയർ ഫാക്ടേഴ്സ് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ധൈര്യം ആർജിക്കാനായിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, നമ്മൾ വിചാരിച്ച കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റാം എന്നുള്ളത് കുറച്ച് NLPയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പലരും പറയാറുണ്ട്, ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ പലരും വന്നു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്, അതായത് നമ്മൾക്ക് ചില സമയത്ത് പറയും മരുന്നും വേണം മന്ത്രവാദവും വേണം എന്ന് പറയും. അപ്പം നമ്മളുടെ സർവീസസ് എല്ലാം കൊടുക്കുന്നു, പക്ഷെ എന്നിരുന്നാലും അവരുടെ എന്തോ ഒരു ഫാക്ടർ അപ്പോഴും അവരൊരു പേടിയാവാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ആവാം. ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് അവരുടെ രോഗം മാറ്റിയതുകൊണ്ട് യാതൊരു ഫലവും ഇല്ലാതെ പോകും. അപ്പോൾ അവർ പലപ്പോഴും ഒരു യങ് ഏജിൽ, അതായത് നമ്മളൊരു 20s ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പം എന്ന് പറയുന്ന അവരുടെ കരിയർ ചൂസ് ചെയ്യാനും, അതല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയുള്ള അവരുടെ വെറീസാണ് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറ്. ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ പസിൽസ് നമുക്ക് ഇത് ചെയ്യാനായിട്ട്, ജോയിൻ ചെയ്യാനായിട്ട് ദൈവം തരും. അതെങ്ങനെ കറക്റ്റ് ആക്കാം എന്ന് എല്ലാവരുടെയും പ്രായത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാനിഫെസ്റ്റേഷൻ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂടുതലും ദൈവത്തിനോട് പറയുന്നത് വെച്ചാൽ, ദൈവമേ ഒരു പ്രശ്നങ്ങളൊന്നും വരുത്തരുതേ, ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതേ, അതുപോലെ തന്നെ എല്ലാം അങ്ങ് വലിയ പ്രശ്നമില്ലാതെ ഒരു തെറ്റില്ലാതെ പോണേ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കുക. നമ്മളുടെ ഉപബോധ മനസ്സ് ബുദ്ധിമുട്ട്, പ്രശ്നം എന്നീ പറയുന്നതിനെയൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആയിട്ടാണ് കരുതുന്നത്. അപ്പം നമ്മൾ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മാത്രമാണ് അവിടെ ഫ്രെയിമിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉറങ്ങുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് മൈൻഡ് ആവുമ്പോഴത്തേക്കും ഈ തോട്ട്സിനെ ഒരു അരിപ്പയിലൂടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. അവിടെ സബ് കോൺഷ്യസ് മൈൻഡിന് പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താന്ന് അറിയില്ല. അത് എന്ത് കാര്യങ്ങൾ നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുത്താലും അത് റിയാലിറ്റി ആക്കി തരും. അപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നാളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ, നാളെ എല്ലാം നല്ല തെറ്റില്ലാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ പറയുവാണെങ്കിൽ അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡായിട്ടാണ് നമ്മളുടെ മൈൻഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം ആ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയാണ് നാളെ കൂടുതലും. അതേപോലെ തന്നെ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഡിഫിക്കൽട്ടീസ് എന്നുള്ള രീതിയിലാണ് രജിസ്റ്റർ ചെയ്തേക്കണത്. അത് കഴിഞ്ഞിട്ടുള്ള വേർഡ്സിനെ അത് ഇത് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അഫർമേഷൻസ് വളരെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് എല്ലാ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. ഐ ആം പോസിറ്റീവ്, ഐ ആം പെർഫെക്റ്റ്, ഐ ആം സക്സസ്ഫുൾ, ഐ ആം എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് പറയും. അതായത് ഞാൻ സക്സസ്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക്. നാളെ എനിക്ക് അടിപൊളിയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണോ, നാളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇതാവുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് പോസിറ്റീവ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ സക്സസിലേക്ക് എത്താത്തതെന്നറിയൂ. നിങ്ങൾക്ക് ബേണിംഗ് ഡിസയർ ഈസ് ദി കീ ടു യുവർ സക്സസ് എന്ന് പറയുന്നത്. ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത് നമ്മളുടെ ഭയങ്കരമായ തീവ്രമായിട്ടുള്ള നമ്മുടെ ത്വരയാണ് നമ്മുടെ സക്സസിലേക്ക് എത്തിക്കുന്നത്. ഈ ബേണിംഗ് ഡിസയർ ഇല്ലാത്ത ഒരാളും ഇന്നേ വരെ സക്സസ്ഫുൾ ആയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുവോ, അതൊരു ആഹാരം പാകം ചെയ്യുന്നത് തൊട്ട് നമ്മളൊരു ജോലി ചെയ്യുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും അത് സക്സസ് ആവുകയേയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഡൗട്ട്, സെൽഫ് ഡൗട്ട് എന്ന് പറയും. അതായത് ഈ ഡോക്ടർ ഇതുപോലെയൊക്കെ പറഞ്ഞു, പക്ഷെ ഇത് ശരിയാവോ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ വീണ്ടും അത് അൺസക്സസ്ഫുൾ ആയിരിക്കും. അതായത് വീണ്ടും അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത. നിങ്ങൾ 100% വിശ്വസിച്ച ഒരു കാര്യം ചെയ്യുന്നതും നിങ്ങൾ ഡൗട്ട്ഫുള്ളോട് കൂടി ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സ് വീണ്ടും അത് ക്രോസ് ഇട്ട് കളയും, അത് റിജക്റ്റ് ചെയ്യും. കാരണം അതിന് മനസ്സിലാവുന്നില്ല. ഇറ്റ് ഈസ് അഗെയിൻ കൺഫ്യൂസ്ഡ്. നിങ്ങൾ ഡൗട്ടോട് കൂടി ഒരു കാര്യം ചെയ്യുന്നത്
നിങ്ങൾ പാഷൻ ഇല്ലാതെ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങളൊരു കാര്യം ചെയ്യുന്ന ഒക്കെ ആക്ച്വലി ഇമ്പാക്ട്സ് ഓൺ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റേഷനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് മനസ്സിലായി. ഇനി NLP എന്ന് പറയുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക്. ഒത്തിരി പേര് എൻ്റെ അടുത്ത്, ഞാൻ NLP പഠിപ്പിക്കുന്ന ഒരാളെ അല്ല, ഒത്തിരി പേര് NLP കോഴ്സിന് വേണ്ടി എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ പഠിച്ച കാര്യം വളരെ ലളിതമായിട്ട് ഇങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻറ്റിന് എന്താണോ ആവശ്യം എന്ന് നോക്കി ഞാൻ അപ്പം പാകം ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ NLP. ഇസ് ആക്ച്വലി ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഫോർ മൈ സർവീസസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ എൻ്റെ മുമ്പിൽ ഒരു ഹീലിംഗ് സെഷന് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ NLP എന്ന് പറയുന്ന അവരുടെ മൈൻഡ് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതിലൂടെ ഒരു പൂച്ച വരുന്നു. ആ പൂച്ചയെ എനിക്ക് ഭയങ്കര വെറുപ്പാണ്, അല്ലെങ്കിൽ എനിക്ക് പൂച്ചയെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ്, ആ പൂച്ചയെ നമ്മൾ ഇപ്പം നമ്മുടെ പേഷ്യനോട് പറയാം, ആ പൂച്ചയെ നമ്മൾ നോക്കണ്ട. പക്ഷെ അപ്പൊ അവരുടെ ഉള്ളിലുള്ള ഫിയർ എന്ന് വെച്ചാൽ, പൂച്ച എങ്ങാനും ആ സൈഡിൽ എങ്ങാനും ഉണ്ടാവുമോ, നോക്കുന്നില്ല പക്ഷെ അവിടെ ഉണ്ടാവുമോ എന്നുള്ള ഭയം. ഇനി ഞാൻ പറയാണ്, ആ പൂച്ച നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു പൂച്ചയെ നിങ്ങൾ കാണാതെ നിങ്ങൾക്ക് ഞാനൊരു ഗുളിക തരാം, നിങ്ങൾ കിടന്നുറങ്ങിക്കോ എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഗുളിക കഴിച്ചു ഉറങ്ങുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിൽ പൂച്ച വരുമോ, എൻ്റെ റൂമിൽ കയറുമോ എന്നുള്ള പേടിയിലായിരിക്കും അവരുറങ്ങുന്നത്. പക്ഷെ മൂലകാരണത്തിന് അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇവിടുത്തെ മൂലകാരണം എന്താണ്? ഫിയറാണ്. ആ ഫിയർ ഓഫ് പൂച്ച എന്ന് പറയുന്നത് ഫിയർ ഓഫ് എന്തുമാവാം. അത് നിങ്ങളൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യമാവാം. ഇതൊക്കെ ആ പൂച്ചയുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു റൈറ്റ് ഡൗൺ. നിങ്ങൾ ഒരു ദിവസം, ഒരു വീക്കെൻഡിൽ നിങ്ങളൊന്ന് മാറിയിരുന്ന് ഏതെങ്കിലും ഒരു കടൽപ്പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് ഒരു മരത്തിന്റെ താഴെ ഇരുന്ന് ഒരു ബുക്കൊക്കെ എടുത്ത് നിങ്ങൾക്കൊരു കാര്യം മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ 100% ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾ ഒരു ബുക്ക് എടുത്ത്, അല്ലെങ്കിൽ ചുമ്മാ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് എഴുതുക, എനിക്ക് എവിടുന്നാണ്. കുറേ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, നിങ്ങളുടെ റൂട്ട് കോസ് എന്താണ് ഒരു ഫിയർ. ചിലപ്പോൾ നിങ്ങളൊരു കോളേജ് കാലഘട്ടത്തിലേക്ക് വരെ എഴുതി പോവാവുന്ന സാധ്യതയുണ്ട്. അപ്പൊ അന്ന് നിങ്ങളുടെ കൂട്ടുകാരി പറഞ്ഞൊരു വേർഡായിരിക്കാം നിങ്ങളുടെ അപകർഷബോധത്തിനുള്ളൊരു കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിയറിനുള്ളൊരു കാരണം. നിങ്ങൾ ആരെങ്കിലും ചെറുപ്പത്തിൽ ഒരു എന്താ പറയുക, നിങ്ങളുടെ കളിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ പേടിപ്പിച്ചൊരു കാര്യമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ഫിയർ ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ റോഡിൽ നടന്ന ഒരു കാര്യം നിങ്ങൾക്കത് മറക്കാനായിട്ട് സാധിക്കുന്നില്ല, ആക്സിഡന്റ് മറക്കാൻ സാധിക്കില്ല. ഇതെല്ലാം നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്ത് നിങ്ങൾ ആ ഫിയറിനെ കണ്ടുപിടിക്കണം. ഈ ഫിയറിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ കണ്ണടച്ച് വല്ല ഗുളിയും കഴിച്ച് ഉറക്ക ഗുളിക കഴിച്ച് മാറ്റുമല്ല അത് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ആ പൂച്ചയെ എന്താണ്, എൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞു, ആ പൂച്ചയെ എൻ്റെ പേഷ്യന്റ് പുലിയായിട്ടാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭയം വരുന്നത്. പൂച്ചയായിട്ട് കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ഈ പൂച്ചയെ നിങ്ങൾ എങ്ങനെയാണ് സങ്കല്പിക്കുന്നത് വെച്ചാൽ, എൻ്റെ മനസ്സിൽ വലിയൊരു രൂപമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ആ മൈൻഡ് റെപ്രസെൻറ്റേഷൻ വേഗം മാറ്റിയിട്ട് പൂച്ച ഒരു കുഞ്ഞ് ടോയ് ആയിട്ട് കാണാൻ പറഞ്ഞു. വളരെ ചെറിയൊരു പൂച്ചക്കുട്ടിയായിട്ട് നമ്മുടെ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു പൂച്ച, അതിൻ്റെ സൈസ് കുറയ്ക്കാൻ പറഞ്ഞു. അന്നേരം അവർ മനസ്സിലിങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അതുവരെ അവർക്ക് കണ്ണടയ്ക്കാൻ തന്നെ പേടി. അപ്പോൾ കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പൂച്ചക്കുട്ടിയായിട്ട്, ഇനി അതൊരു പ്ലാസ്റ്റിക് പൂച്ചയായിട്ട് നമ്മൾ കുഞ്ഞൊരു റബ്ബറൈസ്ഡ് അല്ലെങ്കിൽ പൂച്ചയായിട്ട് നിങ്ങൾ സങ്കല്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ സങ്കല്പിച്ചു. ഇത് ഉപബോധ മനസ്സിലുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അതായത് ആ റെപ്രസെൻറ്റേഷൻ, നിങ്ങൾ എങ്ങനെയാണോ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ആ റെപ്രസെൻറ്റേഷനെ മാറ്റുന്ന ടെക്നിക്കിനെയാണ് NLP ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും. അത് നമ്മൾ പ്രാക്ടിക്കലി ചിന്തിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് എൻ്റെ. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു നോളജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ ഇതേപോലെയാണ് ഓരോ കാര്യങ്ങൾ. അതായത് നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്ന എപ്പോഴാണ്? നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി വലിയൊരാളാണെന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ കോംപ്ലക്സ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഞാനാണ് എല്ലാത്തിനേക്കാളും വലിയ ആള് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് തോന്നും നമുക്ക്. അതായത് ഞാൻ പറയുന്നതാണ് ശരി, ഇവരാരും ശരിയല്ല എന്ന് തോന്നുന്നതും ശരിയല്ല. അതേപോലെ തന്നെ ഞാൻ എല്ലാവരെക്കാളും, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അവിടെ ഭയങ്കര താഴ്ന്നു പോകും എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവര്
നിങ്ങളുടെ ഒപ്പമുള്ളവരാണെന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ചാൽ മാത്രമാണ് മറ്റൊരാൾ പറയുന്ന എല്ലാ ഡയലോഗ്സും നിങ്ങൾക്ക് ഓക്കെ ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ ഭയം, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി, നിങ്ങളുടെ മനസ്സിന്റെ തോട്ട്സ് ആണ്. അല്ലാതെ വേറെ ഒരാളും, ഈ ലോകത്ത് നിൽക്കുന്ന ഒരാളും നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ ആരുമല്ല. നിങ്ങളുടെ മനസ്സിലെ ഇത് ചെയ്യാനായിട്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഒരാൾ പോലും നിങ്ങളുടെ ചുറ്റുംപുറമില്ല. ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങളുടെ തന്നെ ചിന്തകളാണ്. അപ്പൊ ആ ചിന്തകളെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ടെക്നിക്ക് കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് 33x3 ടെക്നിക്ക്. ഇത് നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. അതായത് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഗ്രഹം നിങ്ങൾ 33 തവണ ഒരു വരയിട്ട പേജിൽ വൃത്തിയായിട്ട്, ഇപ്പൊ രാവിലെ നിങ്ങൾ ഒരു 9 മണിക്കാണ് അല്ലെങ്കിൽ രാത്രി 9 മണിക്കാണ് എഴുതണമെങ്കിൽ ഒരു 3 ദിവസം അതേ സമയത്ത് നിങ്ങൾ 33 തവണ നിങ്ങളത് എഴുതുക. ആ 33 തവണ എങ്ങനെയാണ് എഴുതേണ്ടത്? ആ ഒരു സിറ്റുവേഷനെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്നു, അതായത് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷവാനാണ്, ഞാൻ ഇന്ന് ഈ കസേരയിൽ ഇരിക്കുകയാണ്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു ഒറ്റ സെന്റൻസ് എഴുതേണ്ടത്. അപ്പൊ ഫീൽ വാട്ട് യു ഫീൽ, സീ വാട്ട് യു സീ, ഹിയർ വാട്ട് യു ഹിയർ എന്നാണ് NLPയിൽ പറയുന്നത്. അതായത് നിങ്ങൾ ആ സന്ദർഭത്തിന്, ഇപ്പം നമ്മളൊരു അവാർഡ് മേടിക്കണം, നമുക്ക് ആ കരഘോഷങ്ങളും ആ ഒരു ഫീലും, ഇപ്പം അത് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൽ മുഴുവൻ കുളിര് കയറുന്നുണ്ട്. അപ്പം ആ രീതിയിൽ വേണം നമ്മളതിനെ വിഷ്വലൈസിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നിങ്ങൾ സക്സസ്സിലേക്ക് എത്തും. നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യം പോലും നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കില്ല ഈ ഒരു കാര്യം. 33 തവണ എഴുതി 3 ദിവസം കറക്റ്റായിട്ട് ആ സമയത്ത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സെൽഫ് മന്ത്ര പോലെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേപ്പർ, ഈ 3 പേപ്പറും നിങ്ങൾ കീറി, അല്ലെങ്കിൽ A4 സൈസ് പേപ്പറാണെങ്കിൽ 3 പേപ്പറും കൂടി മടക്കി നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. നിങ്ങൾ അതിനെപ്പറ്റി മറന്നു കളയുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക്, ചിലപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ 2 ആഴ്ച, അല്ലെങ്കിൽ മാസം, 3 മാസം, 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളൊരു ചെറിയ മീഡിയേറ്റർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതായത് അവർ പറയും, നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ചിലപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ UK എന്തെങ്കിലും ഒരു കാര്യമാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ പോലും അതിൻ്റെ എന്തെങ്കിലും ഒരു മെയിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാള് വളരെ യാദൃശ്ചികമായിട്ട് വരും. ആ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കത് സാധിച്ചു കിട്ടുകയും ചെയ്യും. പരീക്ഷിച്ച് നോക്കൂ, എന്നിട്ട് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ഓക്കെ.